ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ പ്രതികരണ വേദി തുടങ്ങുകയാണ്. ഒരു മണിക്കൂറോളം ദൈർഘ്യത്തിൽ പോകുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തുടങ്ങുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നിങ്ങൾക്കറിയാം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ പരിപാടി നമ്മൾ വീണ്ടും തുടങ്ങുന്നത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് ഈ പരിപാടിയുടെ ആത്മാവും ജീവനും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടെലിഫോൺ വിളികൾ വേണം, നിങ്ങളുടെ പ്രതികരണങ്ങൾ വേണം, നിങ്ങളുടെ യൂട്യൂബ് സന്ദേശം വേണം. നിങ്ങൾ ഇടപെട്ടുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ഇടപെടലാണ് ഈ പരിപാടിയുടെ ആത്മാവും ഈ പരിപാടിയുടെ ജീവനും. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം, കണ്ടോളൂ. ഇപ്പോൾ ഉള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ദൃശ്യങ്ങൾ അയക്കാം, വാർത്തകളും അയക്കാം. അയക്കേണ്ട നമ്പർ ഇതാണ്: 6235968937. ഈ നമ്പർ സ്ക്രീനിലുണ്ട്. അതേപോലെ ഒരു ലാൻഡ് ലൈൻ നമ്പർ കൂടി നിങ്ങൾക്കുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് ഏത് സമയം വേണോ ഈ നമ്പറിലേക്ക് വിളിക്കാം. വിളിച്ച് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ പരാതി പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുക, ഒരുപാട് ആളുകൾ ഒരേ സമയത്ത് ശ്രമിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ നമ്പർ കിട്ടാതെ പോകുന്നതായിരിക്കും. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. 0484-230510 എന്നാണ് ഈ നമ്പർ. 048428305110. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ലാൻഡ് ലൈൻ വഴി വിളിച്ചാൽ പ്രൊഡക്ഷൻ കൺട്രോൾ വഴി എന്നോട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം. അപ്പോഴാണ് നിങ്ങളുടെ വിളികൾ. അതുപോലെ 24 യൂട്യൂബിലെ 24 ചാനൽ ലോഗിൻ ചെയ്ത് 24news.com നിങ്ങളുടെ സന്ദേശങ്ങൾ കുറിക്കുക. അപ്പോൾ നിങ്ങളുടെ സന്ദേശങ്ങളും വിളികളും ഇടപെടലുകളും ഒക്കെയായിട്ട് പ്രതികരണ വേദി തുടരും. പൊതുജനം കഴുതയല്ല സാർ തുടരുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടുത്ത ചൂട് തന്നെയാണ്. അതോടൊപ്പം വലിയൊരു പ്രശ്നം നമുക്ക് നേരെ വരുന്നത്, സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ദൈനംദിനം വഷളാവുന്നു. ചൂട് കനത്തതോടെ അപകടകാരികളായ മൃഗങ്ങൾ കാടിറങ്ങുന്നു. വലിയൊരു വെല്ലുവിളിയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഈ വെല്ലുവിളി കൂടിക്കൂടി വരികയാണ്. വിവിധയിടങ്ങളിൽ ഇന്നുമുണ്ടായി വന്യജീവി ആക്രമണങ്ങൾ. വയനാട്ടിലും പത്തനംതിട്ടയിലും കാട്ടാനയെങ്കിൽ തൊടുപുഴയിലും പാലപ്പിള്ളിയിലും പുലിയാണ് ഭീതി വിതച്ചത്. ഒരു വശത്ത് ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെടുന്ന നാട്ടുകാർ, മറുവശത്ത് മൃഗസ്നേഹികൾ. ഇവർക്കിടയിൽ നിസ്സഹായരായി അധികൃതരും. കാടിറങ്ങി വരുന്ന വന്യതയെ ഭയന്ന് ജീവിക്കുകയാണ് ഒരു നാടൊന്നാകെ. വയനാട്ടിലുണ്ടായ കാട്ടാനയാക്രമണത്തിൽ മധ്യവയസ്കന് പരുക്കേറ്റു. ചേകാടി കുണ്ടുവാട് കോളനി സ്വദേശികളായ കാളന് നട്ടെല്ലിനും വാരിയലിനുമാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ കാളൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പത്തനംതിട്ട കല്ലേലിയിൽ ജനവാസ മേഖലയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ടാപ്പിംഗ് തൊഴിലാളികളാണ് പുലർച്ചെ റബ്ബർ തോട്ടത്തിലിറങ്ങിയ കാട്ടാനകളെ കണ്ടത്. ഇന്നലെ രാത്രിയോടെയാണ് തൃശൂർ പാലപ്പിള്ളിയിലെ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടത്. കഴിഞ്ഞ ദിവസം സമീപത്ത് ചക്കിപ്പറമ്പിൽ പശുവിനെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. പശുവിനെ ആക്രമിച്ച പുലിയാണ് ദൃശ്യത്തിൽ പതിഞ്ഞതെന്നാണ് വിലയിരുത്തൽ. പുലി റോഡ് മുറിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഇടുക്കി ഇല്ലിജാരിയിൽ ഇന്നലെയാണ് വീണ്ടും പുലി ഇറങ്ങിയത്. 2 മാസമായി പുലിയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണിത്. വനംവകുപ്പ് വീണ്ടും ഇവിടെ കൂട് സ്ഥാപിച്ചു. കൊല്ലം തെന്മല ഫോറസ്റ്റ് റേഞ്ചിൽ നാഗമലയിലാണ് പുള്ളിപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ 7 മണിയോടുകൂടി സമീപത്ത് ഒരാളെ പുലി ആക്രമിച്ചിരുന്നു. എന്നാൽ ഇതേ പുലിയാണോ ചത്തത് എന്നത് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. പുലി ചത്തതിൽ വനംവകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വയനാട് പനമരം അമ്മാനിയിൽ കൃഷിയിടത്തിൽ കാട്ടാനയെ ഷോക്കേറ്റ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഇന്ന് പുലർച്ചെയാണ് അമ്മാനി പാറവേൽ ജയരാജന്റെ വീടിനോട് ചേർന്നുള്ള കാപ്പിത്തോട്ടത്തിൽ കാട്ടാനയെത്തിയത്. തെങ്ങ് കുത്തിമറിച്ചിടുന്നതിനിടെ വൈദ്യുതി കമ്പി പൊട്ടിവീണ് ഷോക്കേൽക്കുകയായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ചാണ് കാട്ടാനയുടെ ജഡം ഉയർത്തിയത്. അമ്മാനി, നീർവാരം തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടാനശല്യം സ്ഥിരമെന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രശ്നം തുടങ്ങിയിട്ട് ഒരു 10-12 വർഷമായി. ഇത് ഇവിടുത്തെ DFO മുതൽ എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഇതിൽ വന്നിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്ഥിരം വരുന്ന ആനയാണ് ഇത്. ഇതിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്നതാണ്. എന്നും വരുന്നവരാണ് ഇത്. അതിൻ്റെ മുന്നേ കുറച്ച് മുമ്പ് തന്നെ അപ്പുറത്ത് ഒരു 4-5 പോയി എന്ന് പറഞ്ഞതാണ്. ഇന്ന് രാവിലെയാണ് മംഗലൂർ ഏരിയ കൂടെ തന്നെ 4-5 കടന്നു പോയത്. ന്യൂസ് ഡെസ്ക് 24. കാടിറങ്ങി വരുന്ന വന്യജീവികളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പാവം ജനങ്ങൾ. പല സ്ഥലത്തും മലയോര മേഖലയ്ക്കടുത്തുള്ള വനപ്രദേശങ്ങൾക്കടുത്തുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇതിനുള്ള പരിഹാരം എന്തെന്നാണ് ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. 24 അവരുടെ പ്രതികരണം ആരാഞ്ഞു. അപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെയൊക്കെയായിരുന്നു.
ശരിക്കും അവിടെ പിന്നെ അവർക്ക് ഭക്ഷിക്കാനുള്ള ഫുഡും അതുപോലെ തന്നെ അതായത് മരങ്ങളും അവർക്ക് കുടിക്കാനുള്ള വെള്ളങ്ങളും തോടുകളൊക്കെ അവിടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നാട്ടിലേക്ക് വന്ന് ജനങ്ങളെ ഉപദ്രവിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിലവിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇന്നത്തെ ഈ വന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ മാറ്റത്തിരുത്തല്ലെങ്കിൽ വിധേയമാക്കിക്കൊണ്ട് പിന്നെ ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന രീതിയിൽ സ്റ്റേറ്റിൻ്റെ അതിൻ്റെതായ ഇത് പരമാധികാരം കൊടുക്കുന്ന ഒരു സാഹചര്യം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉണ്ടാവുക തന്നെ വേണം. ആ കാട് തന്നെ കുടിക്കാനുള്ള വെള്ളങ്ങളും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ സ്വകാര്യമായിട്ട് നിൽക്കും. അവിടെ കുടിവെള്ളമില്ല, ഭക്ഷണം ഇല്ലാണ്ടാണ് പുറത്തേക്ക് വരുന്നത്. അതേപോലെ വലിയ സംവിധാനം ചെയ്യുന്ന വലിയ കുളകന്മാരും വലിയ തിന്നാളെല്ലാം സാധനം ഉണ്ടാക്കിയാൽ വരില്ല. അതിന് ഭക്ഷണം കഴിക്കാനുള്ള മരങ്ങൾ വെക്കുക, പ്ലാവ് പോലത്തെ പ്ലാവ് വെക്കുക, പിന്നെ കുറേ വെള്ളം ഉണ്ടാക്കുക, കുഴികളൊക്കെ വെച്ച് വെള്ളം വെക്കുക. ഒന്നാമത് ഒരു വെള്ളമില്ല, വെള്ളം പറ്റിയ ദിവസം കടലിൽ ഇങ്ങനെ ഇറങ്ങുന്നത്. വന്യജീവികളെ തടയാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും നോക്കുക, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വേറൊരു നല്ല സ്ഥലം താമസിക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ അവർക്ക് അതിൻ്റെ ശല്യം അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അവർക്ക് അവരുടെ ഫെസിലിറ്റീസ് കിട്ടാത്തതുകൊണ്ടാണ് നാട്ടിലേക്ക് വരുന്നത്. അത് നമ്മൾ തന്നെയാണ് അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ് ഇതിന് കാരണം ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ വന്യജീവികൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് വേണമെന്ന് വെച്ചാൽ അത് ആദ്യം നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറി കൊടുക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ് അതിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രൊജക്റ്റ് അതൊക്കെ എന്തെങ്കിലും കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇതാണ് അവസ്ഥ. വന്യമൃഗങ്ങൾ കാടിറങ്ങി വരികയാണ്. സാധാരണ ജനങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയും. മൃഗസ്നേഹികളുടെ അഭിപ്രായങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കും. അതേസമയം ഇവരുടെ ജീവനും സ്വത്തിനും ആര് സംരക്ഷണം കൊടുക്കുമെന്നൊരു ചോദ്യം ബാക്കിയാകുന്നു. ഇപ്പോഴൊരു വാർത്ത ഷഹദ് റഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമാണോ എന്ന് സംശയമുണ്ട്. മലപ്പുറം പെരിന്തൽമണ്ണ ടൗണിലെ വാടക കോട്ടേഴ്സിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കവിഴ്ന്നു കിടക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. അതുപോലെ ജിൻസ് കുര്യാക്കോസ് പറയുന്നു, SKN ITI ക്ലാസ് ഇപ്പോഴും നടക്കുകയാണ്, കൊടും ചൂടാണ്, പ്രാക്ടിക്കൽ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് എന്ത് കഷ്ടമാണ് എന്ന് ജിൻസ് കുര്യാക്കോസ് ചോദിക്കുന്നു. പല സ്ഥലത്തും CBSE ക്ലാസ്സുകൾ നടക്കുന്നു എന്ന് പറയുന്നു. ഈ ചൂട് സമയത്ത് വളരെ മുൻകരുതലുകളൊക്കെ എടുക്കണം മാനേജ്മെൻറ്റുകൾ എന്നാണ് നമുക്ക് പറയാനുള്ളത്. വിദ്യാഭ്യാസ അധികൃതർ ഇക്കാര്യം ശ്രദ്ധിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദമാക്കിയത് CPIM-നും LDF-നും എതിരായ സംഘടിത ഗൂഢാലോചനയെന്നാണ് LDF കൺവീനർ EP ജയരാജൻ പറയുന്നത്. ഇതിൽ മാധ്യമങ്ങൾക്കും പങ്കുണ്ടെന്നും EP ജയരാജൻ ആരോപിക്കുന്നു. തന്നെ RSS 3 തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ BJP-യിൽ പോകുമെന്ന് എങ്ങനെ വാർത്ത കൊടുക്കും മാധ്യമങ്ങൾ? ഇതായിരുന്നു അദ്ദേഹത്തിന് ഒരു ചോദ്യം. ശോഭാ സുരേന്ദ്രനുമായി നേരിട്ട് പരിചയമില്ല. TG നന്ദകുമാറിനെ ഒരു യാത്രയ്ക്കിടയിലാണ് പരിചയപ്പെട്ടത്. അതിനപ്പുറം ഈ ദല്ലാൽ നന്ദകുമാറുമായി യാതൊരു ബന്ധവുമില്ലെന്നും 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ EP ജയരാജൻ ദീപക് ധർമ്മടത്തോട് പറഞ്ഞു. ഞാൻ ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ദല്ലാളിനെ തന്നെ ചില യാത്രാഘട്ടങ്ങളിലാണ് കാണുകയും അപ്പോൾ പുള്ളി വന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു ശീലക്കാരനാണ്. അങ്ങനെ വന്നു, ബന്ധപ്പെട്ടു, പരിചയപ്പെട്ടു എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ അദ്ദേഹവുമായി യാതൊരു അടുപ്പവുമില്ല. പല കേസിൽ ഇയാൾ ഇടപെടുത്തേണ്ട കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പിന്നീട് വളരെ വളരെ അകന്ന് പോയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ അകന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഇതുണ്ടാക്കിയത്. അതെനിക്ക് തോന്നുന്നത് ബോധപൂർവം തന്നെ ഉണ്ടാക്കിയതാണ്. ആ ബോധപൂർവം ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, സുധാകരനുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്, അതുപോലെ പിന്നെ ഈ ദല്ലാളുണ്ട്, അതുപോലെ ചില പ്രധാനപ്പെട്ട മാധ്യമക്കാരുണ്ട്. ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ആദ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പൂർണ്ണമായും LDF-നെതിരായിട്ടൊരു വാർത്ത കൊടുക്കാനുള്ളൊരു വലിയ സജ്ജീകരണം അവർ നടത്തിയതായി പിന്നീട് ഞാൻ മനസ്സിലാക്കി. എന്നെ തന്നെ 3 പ്രാവശ്യം RSSകാർ കൊല്ലാൻ വേണ്ടി ബോംബെറിഞ്ഞതാണ്. ശോഭാ സുരേന്ദ്രൻ്റെ നിലവാരത്തിലേക്ക് എനിക്ക് താഴാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ? ഞാൻ അവരുമായിട്ട് സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. കൂടിക്കാഴ്ചയുടെ പേരിൽ തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നിയമ നടപടിയിലേക്ക് താൻ കടക്കുന്നില്ല, കാരണം അനാവശ്യമായി സമയം ചെലവാക്കാൻ ഇത് ഉപകരിക്കൂ. മുഖ്യമന്ത്രിയുടെ ഈ പാപി പരാമർശം പൊതുസമൂഹത്തിനുള്ള പൊതു സന്ദേശമാണെന്നും EP-ക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞില്ലെങ്കിലോ? അവരുടെ അന്നത്തെ ഫ്ലാഷ് ഇത് EP പറഞ്ഞില്ല, പിന്നെ മറുപടി പറയാതെ മാറിയിരുന്നു. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട്. പിന്നെ അവർക്ക് തോന്നുന്ന വാക്കുകളിലൂടെ ആ വാർത്തയാക്കിയിട്ട് കൊടുക്കും. അതിനേക്കാളും നല്ലത് എൻ്റെ ഉള്ള അനുഭവം പറയുന്നില്ലേ, അവരുടെ സൃഷ്ടിയിൽ ചർച്ച നടത്തി എന്നിട്ട് വേണമെങ്കിൽ പലതും അതിനോട് കൂട്ടിച്ചേർക്കും. അതൊരു പൊതുസമൂഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ
ഒരു ചൂണ്ടുപലകയാണ്, ഒരു സന്ദേശമാണത്. അത് ഞാൻ മാത്രമല്ല, എല്ലാ മാധ്യമക്കാരും അത് പാഠമാക്കണം. അവരിപ്പോൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, അവർക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് അവരും നശിക്കരുത്, ആരും നശിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ആ വാക്കുകളിലൂടെ കൊടുത്തത്. ഇങ്ങനെ ഒരു ഭ്രാന്ത് പിടിച്ച് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുന്നത്, ആ വിളിച്ചു പറയുന്ന കാര്യം എന്നെപ്പോലെയുള്ളൊരു രാഷ്ട്രീയ നേതാവിനെ തകർക്കാൻ, നശിപ്പിക്കാൻ ഈ മാധ്യമത്തിൽ ഫ്ലാഷ് ന്യൂസ്, ബ്രേക്ക് ന്യൂസ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? 2-3 ദിവസങ്ങളായി EP വിവാദം കൊഴുക്കുകയാണ്. അദ്ദേഹവുമായി ഇന്ന് സംസാരിച്ച ദീപക് തർമ്മടം നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, യഥാർത്ഥത്തിൽ EP ജയരാജൻ അദ്ദേഹം ന്യായീകരിക്കുന്നത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുന്ന രീതിയിൽ തന്നെയായിരുന്നു. എന്തായിരുന്നു സംഭവം? പറയൂ. SK, ഇതിൽ EP അക്കമിട്ട് നിരത്തി പറയുന്നത് കേൾക്കുമ്പോൾ അത് വിശ്വാസയോഗ്യമാണെന്ന് വേണം പ്രാഥമികമായി നമുക്ക് വിലയിരുത്താൻ. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം EP പറയുന്നത് തെരഞ്ഞെടുപ്പ് വേളയിൽ 1 വർഷം മുൻപ് നടന്ന, 1 വർഷവും 1 മാസം മുൻപ് നടന്ന ഒരു 10 മിനിറ്റ് കൂടിക്കാഴ്ച. കാരണം ആ കൂടിക്കാഴ്ചയ്ക്കൊക്കെ വേണമെങ്കിൽ തെളിവുകൾ ശേഖരിക്കാവുന്നതാണ്, ടവർ ലൊക്കേഷൻ അല്ലെങ്കിൽ CCTV. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കള്ളം EPക്ക് പറഞ്ഞു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തം. ഏതായാലും അങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ 1 വർഷം കഴിഞ്ഞതിന് ശേഷം ആദ്യം കെ സുധാകരൻ പറയുന്നു, തൊട്ടു പിന്നാലെ ദല്ലാൾ നന്ദകുമാർ പറയുന്നു, അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ഇവർ 3 പേരും വ്യത്യസ്ത വിഷയങ്ങളിൽ മാധ്യമങ്ങളെ കാണുമ്പോഴാണ് EP വിഷയം കൊണ്ടുവരുന്നത്. ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയാണെന്നാണ് EP ജയരാജൻ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, EPയുടെ വലിയൊരു ആരോപണമുണ്ട് SKN. അത് തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയൊരു ഗൂഢാലോചന കൊണ്ടുവന്ന് മാധ്യമങ്ങളിൽ വരുത്താൻ ശ്രമിച്ചു, അത് നടന്നില്ല. രണ്ടാമത് തോമസ് ഐസക്കിനെ പ്രതിക്കൂട്ടിലാക്കും വിധം ഒരു ബ്രേക്ക് വരുത്താൻ വേണ്ടി ശ്രമിച്ചു. അതിനുവേണ്ടി സ്വപ്ന സുരേഷിനെ ബംഗളൂരുവിൽ നിന്നും കേരളത്തിലെത്തിച്ചു, അതും നടന്നില്ല. ഒടുവിലാണ് EPയെ 1 വർഷവും 1 മാസവും മുൻപ് നടന്ന ഒരു കൂടിക്കാഴ്ചയുടെ പേരിൽ EPക്ക് നേരെ ഈ ഗൂഢാലോചന തിരിഞ്ഞത് എന്നുള്ളതും അതിൽ കൃത്യമായ ആൾക്കാരെ എണ്ണി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു. ചില പത്രപ്രവർത്തകരും അതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു ആരോപണം അദ്ദേഹം നിരത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, EP എന്തിന് തെരഞ്ഞെടുപ്പ് ദിവസം ഈ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടു? അത് ജാഗ്രത കുറവല്ലേ? അത് തെറ്റല്ലേ? അത് തെറ്റായിപ്പോയി എന്ന് തോന്നിയില്ലേ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത്, തലേ ദിവസം മുഴുവൻ ചാനൽ ചർച്ചകളിലും EP നിലപാട് വ്യക്തമാക്കിയില്ല, EP പറയാത്തത് BJPയിൽ പോകുന്നത് കൊണ്ടാണ് എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം വോട്ട് ചെയ്ത് കഴിഞ്ഞ് താൻ അത് പറയാൻ നിർബന്ധിതനായി. പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ മറ്റു രീതിയിലേക്ക് ചർച്ചകൾ പോയേനെ. പിന്നെ RSS 3 പ്രാവശ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ച, വധശ്രമം നടത്തിയ ഞാൻ എങ്ങനെ BJPയിലേക്ക് പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ശോഭാ സുരേന്ദ്രന്റെ നിലവാരത്തിലേക്ക് താഴേക്ക് ഇറങ്ങാനില്ലെന്നും EP ആവർത്തിച്ചു പറയുകയാണ്. ഏതായാലും നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ്. കല്ലും നെല്ലും തിരിയൽ അവിടെയായിരിക്കും. SKN. താങ്ക് യു ദീപക് തർമ്മടം. മുഹമ്മദ് ആനു പറയുന്നു, SKN മഞ്ഞുമ്മൽ ബോയ്സ് അവർക്കെന്തോ അബദ്ധം പറ്റിയെന്ന് കേട്ടു. എന്താ അബദ്ധം പറ്റി? അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തായാലും ഈ കാര്യം അന്വേഷിക്കാം. തമിഴ്നാട് ചെന്നൈയിലെ അപ്പാർട്ട്മെൻറ്റിലെ ബാൽക്കണിയിൽ നിന്ന് താഴെ വീണ ഒരു കുഞ്ഞിനെ സാഹസികമായി രക്ഷപ്പെടുത്തുന്ന വാർത്തയും ദൃശ്യങ്ങളും ഇന്ന് നമ്മളെ വല്ലാതെ അമ്പരപ്പിച്ചു കളഞ്ഞു. 2ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് വീണ കുഞ്ഞ് മേൽക്കൂരയിൽ അകപ്പെടുകയായിരുന്നു. കുഞ്ഞവിടെ പിടിച്ചു നിൽക്കുന്ന ദൃശ്യം നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്തതായിരുന്നു. കുഞ്ഞിനെ രക്ഷിക്കുന്നതിൻ്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നു. ആ ദൃശ്യങ്ങളിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ഞാനൊന്ന് ക്ഷണിക്കുന്നു. വല്ലാതൊരു സാഹസികമായ രക്ഷാപ്രവർത്തനമാണ് നടന്നത്. കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്തു. ചെന്നൈയിൽ നിന്ന് അനീഷ് കെ ശിവദാസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, പറയൂ, ഏത് സാഹചര്യത്തിലാണ് സംഭവിച്ചത്? തിരുമുല്ല മോയലിലെ അപ്പാർട്ട്മെൻറ്റിലാണോ ഈ സംഭവം നടന്നത്? എവിടെയാണ് ഈ തിരുമുല്ല മോയൽ? ചെന്നൈ നഗരത്തിൽ തന്നെയുള്ള സ്ഥലമാണ് തിരുമുല്ലവോയൽ. ഇവിടെ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിലെ 2ാം നിലയിലെ ബാൽക്കണിയിൽ നിന്നാണ് ഒരു മുട്ടിലെറിയുന്ന പ്രായമുള്ള കുഞ്ഞ് അബദ്ധത്തിൽ മേൽക്കൂരയിലേക്ക് വീഴുന്നത്. ഒരു പ്ലാസ്റ്റിക് മേൽക്കൂരയായിരുന്നു. ഈ കുഞ്ഞ് അവിടെ വീഴുകയും അതിൽ അകപ്പെടുകയുമായിരുന്നു. തുടർന്ന് സമീപവാസികൾ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കുഞ്ഞ് താഴെ വീണാൽ പിടികൂടുന്നതിനായി, രക്ഷിക്കാനായി
വലിയ ബെഡ്ഷീറ്റുകൾ വിരിച്ച് രക്ഷാപ്രവർത്തനം സജ്ജമാക്കിയിരുന്നു. തുടർന്ന് ചില ചെറുപ്പക്കാർ ചേർന്ന് ഈ 1-ാം നിലയിൽ നിന്നും 2-ാം നിലയിലേക്ക് കയറുകയും അവിടെ നിന്ന് ആ പ്ലാസ്റ്റിക് മേൽക്കൂരയിൽ ഉണ്ടായിരുന്ന കുഞ്ഞിനെ സാഹസികമായി രക്ഷപ്പെടുത്തുകയുമായിരുന്നു. വളരെ ഏറെ നേരത്തെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ഈ കുഞ്ഞിനെ രക്ഷിക്കുന്നത്. അല്പമെങ്കിലും വൈകിയിരുന്നുവെങ്കിൽ കുഞ്ഞിന്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരു സ്ഥിതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്, ഒരു കുഞ്ഞ് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മൂവ് ചെയ്തിരുന്നെങ്കിൽ അത് കുഞ്ഞിന്റെ ജീവൻ തന്നെ അപകടത്തിലാവുമായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ആ കുഞ്ഞ് ഉണ്ടായിരുന്നത്. ഏതായാലും അതിസാഹസികമായി സമീപവാസികളുടെ സമയോചിതമായ ഇടപെടലിലൂടെയാണ് ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായത്. ഈ നടക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടിയാണ് പുറത്തു വന്നത്. ചെന്നൈ തിരുമുല്ലവോയൽ എന്ന സ്ഥലത്താണ് ഈ അപ്പാർട്ട്മെന്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുഞ്ഞിന്റെ രക്ഷിതാക്കളെ സംബന്ധിച്ചും കുഞ്ഞിന്റെ വിവരങ്ങളെ സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ഏതായാലും നടക്കുന്ന ദൃശ്യങ്ങളാണ് ഈ ചെന്നൈയിൽ നിന്നും നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഓക്കെ, വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ചെന്നൈയിൽ നിന്ന് വന്നത്. ഈ കുഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴാണ് പ്രേക്ഷകർക്ക് ഒരു ആശ്വാസമായത്. വളരെ സാഹസികമായിട്ടാണ് ചെറുപ്പക്കാർ ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്. പ്രത്യേകിച്ച് ആ കുഞ്ഞ് പിടിച്ചിരിക്കാൻ അറിയാത്ത ഒരു പ്രായം കുറഞ്ഞ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് താഴോട്ട് വീണ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. എന്നാൽ അത്ഭുതകരമായി ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. ആശ്വാസം. ഇന്ന് പതിവ് പോലെ തന്നെ കൊടും ചൂടിൽ കേരളം വെന്തുരുകി. സംസ്ഥാനത്ത് ഈ ആഴ്ച കൂടി അസാധാരണമായ ചൂട് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. പാലക്കാടിന് പിന്നാലെ കൊല്ലവും തൃശ്ശൂർ ജില്ലയും ഈ ഉഷ്ണതരംഗത്തിന് വിധേയമായി എന്നാണ് മറ്റൊരു കാര്യം. ഉഷ്ണതരംഗത്തിൻ്റെ സാധ്യത മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം നൽകിയിട്ടുണ്ട്. കനത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികൾക്ക് ഒരാഴ്ച അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. അതിനിടെ സംസ്ഥാനത്ത് വൈദ്യുതാഘാതമേറ്റ് ഇന്ന് 2 പേർ മരിച്ചു എന്നുള്ള വാർത്തയും വരുന്നു. സംസ്ഥാനം ചുട്ടുപൊള്ളി ഉരുകി ഒലിക്കുകയാണ്. രാവും പകലുമെന്നില്ലാതെ അത്യുഷ്ണം മനുഷ്യജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു. മെയ് ആദ്യവാരം വരെ അസാധാരണമായ ഈ ചൂട് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച പാലക്കാട് ജില്ലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ രേഖപ്പെടുത്തുന്നത് 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാണ്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന ചൂട്. ഔദ്യോഗിക കണക്കതാണെങ്കിൽ കാലാവസ്ഥാ വകുപ്പിന്റെ പാലക്കാട്ടെ വിവിധ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തുന്നത് 44 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട്. അക്ഷരാർത്ഥത്തിൽ വെന്തുരുകുകയാണ് പാലക്കാട്. പാലക്കാടിനു പിന്നാലെ തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തുന്നതിന്റെയും താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിൽ കൊല്ലത്തും തൃശ്ശൂരും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ഈ സാഹചര്യവും 2 ദിവസം കൂടി തുടരും. ഈ ജില്ലകൾക്ക് പുറമെ പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പകൽ ചൂടിനൊപ്പം രാത്രിയിലെ ഉഷ്ണവും അസഹനീയമായ നിലയിലാണ്. അറബിക്കടൽ പോലും മുമ്പെങ്ങുമില്ലാത്ത വിധം ചുട്ടുപൊള്ളുകയാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. ഉപരിതല താപനില വളരെയധികം വർദ്ധിച്ചു എന്നുള്ളതാണ്. പറഞ്ഞാൽ വിശ്വസിക്കില്ല, ചിലയിടങ്ങളിൽ 34 ഡിഗ്രി വരെ സമുദ്രത്തിന്റെ താപം കൂടിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലെ 2 മണിക്ക് അറബിക്കടലിന്റെ താപനില 30-31 ഡിഗ്രി സെൽഷ്യസ് ആണ്. വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഇത് വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. പാലക്കാട് എലപ്പുള്ളി സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത്. കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സൂര്യാഘാതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് വ്യക്തമായത്. പാലക്കാട് ഒരാഴ്ചക്കിടെ സൂര്യാഘാതമേറ്റുണ്ടായ 3ാമത്തെ മരണമാണ് ലക്ഷ്മിയുടേത്. സൂര്യാഘാതമേറ്റ് ചികിത്സയിലായിരുന്ന മാഹി പന്തക്കൽ സ്വദേശി UM വിശ്വനാഥൻ ഇന്ന് വൈകുന്നേരത്തോടെ മരിച്ചു. ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമെന്നും പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസും 41 അതിനു മുകളിലുമൊക്കെയാണ് ചൂട് രേഖപ്പെടുത്തുന്നത്. കൊല്ലത്തും തൃശ്ശൂരുമൊക്കെ ചൂട് അതിനോടടുത്തെത്തുന്നു. സംസ്ഥാനം
ഇതുവരെ കടന്നുപോയിട്ടില്ലാത്തത്ര അത്യുഷ്ണത്തെയാണ് നേരിടുന്നത്. ജീവഹാനി വരെ സംഭവിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ഈ ദിവസങ്ങളിൽ കർശനമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ഞങ്ങളുടെ പ്രതിനിധി അലക്സ് റാം മുഹമ്മദ് പറഞ്ഞതുപോലെ എല്ലാവിധമായ ജാഗ്രതയും മുൻകരുതലുകളും പ്രിയപ്പെട്ട പ്രേക്ഷകർ എടുക്കണം. വല്ലാത്ത ചൂടാണ്. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ചൂട് നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഗൾഫ് നാടുകളിലൊക്കെ പോയി കഴിയുമ്പോൾ അനുഭവിക്കുന്ന ചൂടാണ് പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിലുള്ളത്. 42 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂട് പോവുക എന്ന് പറഞ്ഞാൽ അത് അത്ര സാധാരണമല്ല. മാത്രമല്ല നമ്മൾ ഈ നട്ടുച്ച സമയത്തൊക്കെ പുറത്തേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണം. കൂടുതൽ വെള്ളം കുടിക്കുകയും ശരീരം തണുത്ത വെള്ളം കൊണ്ട് കഴുകുകയൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. കാര്യം ഇതുവരെ നമ്മൾ നേരിടാത്തൊരു കാലാവസ്ഥയിലൂടെ കടന്നു പോകാനുള്ള തലയിലെഴുത്താണ് ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇനിയും ചൂട് കൂടുമെന്ന മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് കൂടി വന്നതോടെ കേരളത്തിലെ ജനങ്ങൾക്ക് വല്ലാതെ ആശങ്ക വന്നിട്ടുണ്ട്. കാണാം നമുക്ക് ചില ആളുകളുടെ പ്രതികരണങ്ങൾ ഇതിനെക്കുറിച്ച്. ഇപ്പോൾ നമുക്ക് സഹിക്കുകയ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒട്ടുമിക്കാറും ആൾക്കാരുടെ പുറത്തെല്ലാം ഈ ചൂട് കുരുക്കൾ വരുന്നുണ്ട്. അത് ഈ ചൂട് ഏറ്റവും കൂടുതൽ ചൂട് വരുന്നുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ദൗർലഭ്യം, വെള്ളം മിക്കവാറും കിട്ടാതൊക്കെ വരുന്നുണ്ട്. ബുദ്ധിമുട്ട് ഭയങ്കരമായ ക്ഷീണവും ഇതൊക്കെ ഉണ്ടാവും. വിറയൽ, ക്ഷീണം. ഈ 2 ദിവസത്തിന് മുമ്പ് ഇവിടെ പലരും മറിഞ്ഞു വീണല്ലോ. ബുദ്ധിമുട്ട് ശരീരത്തിൽ നിന്ന് നല്ല ഹൈറ്റ് ആകുമ്പോൾ ശരീരം മൊത്തം വരുമ്പോൾ വെപ്പ് പോലെ വരും, ഒരു പൊള്ളൽ പോലെ വന്ന് നമ്മൾ ചൊറിയുമ്പോൾ ഈ പൊട്ടി പോകും. ഈ ചില ചൊറിച്ചിലും അതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ രാത്രി വീടുകളിൽ കിടന്ന് ഉറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ജനങ്ങൾ വെളിയിൽ ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടാണ്. കുട്ടികളൊക്കെ കൊണ്ടിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ ചൂട്, അതിഭയങ്കരമായ ചൂട്. അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ, ജീവിക്കാൻ വയ്യ ചൂടുകൊണ്ട്. ചൂടിൻ്റെ ഞങ്ങൾ ഞങ്ങൾ പെയിൻറ്റിങ് വർക്കായിരുന്നു. ഞങ്ങൾ പുറത്തൊക്കെ വർക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര മേലൊക്കെ ചൂട് വന്ന് അങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുറത്ത് പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ചൂട് കാലത്ത്. ചൂട് കൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു ഇടുക്കി ജില്ലക്കാരനാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എന്താണ് പറഞ്ഞത്, ഡീഹൈഡ്രേഷനും നമ്മൾ അതിന് മാത്രം വെള്ളം കുടിക്കുകയും അപ്പോൾ അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. ചൂട് സഹിക്കാൻ പറ്റണില്ല. വെള്ളം കുടിച്ച് വയറ് അറിയണതല്ലാതെ നമുക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റണില്ല. കേരള ഹൈക്കോടതിയിലെ ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇപ്പോൾ കോഴിക്കോട് ഒരു സെമിനാറിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. യുവത രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയ സ്വതന്ത്രമായി പ്രവർത്തിക്കണം. ഇരുട്ടത്തിരുന്ന് പക്ഷേ എന്ത് തോന്നിവാസവും എഴുതാമെന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ആളുകൾ വിചാരിക്കരുത്. അവരെ കണ്ടുപിടിക്കാനും എളുപ്പമാണ്. യൂത്തിന് എന്ത് വേണമെന്ന് ആരും ആലോചിക്കുന്നില്ല. പാർലമെൻറ്റിൽ നിയമം ഉണ്ടാക്കുമ്പോഴും ഇത് ആലോചിക്കുന്നില്ല. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ പ്രസംഗത്തിലേക്ക്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന 2-3 ചൊല്ലുകൾ. ഒന്ന് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്പീച്ചസിൽ. ഇത് കേട്ടാൽ സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ ദേഷ്യം വരുമായിരുന്നു. കാരണം എല്ലാ ദിവസവും 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നുമായിരുന്നു. പക്ഷെ അത് കേൾക്കേണ്ടതാണ്. ഇത് വളരെ സിമ്പിളാണ്. ഇപ്പൊ ടീച്ചേഴ്സിന് അറിയാം. ഇഫ് വെൽത്ത് ഇസ് ലോസ്റ്റ്, നത്തിങ് ഇസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഇസ് ലോസ്റ്റ്, സംതിങ് ഇസ് ലോസ്റ്റ്. ബട്ട് ഇഫ് ക്യാരക്ടർ ഇസ് ലോസ്റ്റ്, എവറിത്തിങ് ഇസ് ലോസ്റ്റ്. ഇത് അന്ന് പറയുന്ന സമയത്ത് ഞാൻ ആലോചിക്കും, ഇവർക്ക് എന്തിനാ ഇത് എല്ലാ ദിവസവും പറഞ്ഞു തരുന്നത്? ആ പറഞ്ഞ് കേട്ടതിന്റെ ഒരു കാരണമായിരിക്കാം ഇന്നിവിടെ. അത് അച്ഛനെ ഭയന്നിട്ടായിരിക്കാം, ടീച്ചേഴ്സിനെ ഭയന്നിട്ടായിരിക്കാം, അവർ പറഞ്ഞ കാര്യങ്ങൾ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കാം. നമ്മൾ പലപ്പോഴും നമ്മൾ എടുക്കുന്ന ആ ഒരു സ്റ്റാൻഡിൽ വളരെ അൺഫ്ലിഞ്ചിങ് ആയിട്ട് നിൽക്കാനുള്ള ധൈര്യം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരു വലിയ ഒരു ബ്ലെസ്സിംഗ് ആണ്. ആ ബ്ലെസ്സിംഗ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ വി മസ്റ്റ് ടീച്ച് ദം ടു ബി സ്ട്രോങ് ഇൻസൈഡ്. ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല ഞാൻ പറയാം, മെന്റൽ സ്ട്രെങ്ത് വേണം. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കോഴിക്കോട് നടക്കുന്ന സെമിനാറിൽ സംസാരിക്കുന്നതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. സോഷ്യൽ മീഡിയ ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കണം എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചടങ്ങിൽ ഓർമ്മിപ്പിച്ചു. ഇരുട്ടത്തിരുന്ന് എന്ത് തോന്നിവാസവും എഴുതിവിടരുതെന്ന് കൂടി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ആളുകളെ ഓർമ്മിപ്പിച്ചു. ഇനി നമുക്കൊരു ഇടവേള എടുക്കണം. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ മറ്റു ചില വാർത്തകളിലേക്ക് നമുക്ക് കടക്കണം. അതുപോലെ റീന സതീശനും പറഞ്ഞ SK, ഞാനിപ്പോൾ TV-യിൽ ഫ്ലവേഴ്സ് ഉത്സവം കാണുന്നു, ഫോണിൽ പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയും കാണുന്നു. വല്ലാത്തൊരവസ്ഥയല്ലേ. ഒരു യൂട്യൂബ് സന്ദേശം വന്നിരിക്കുന്നു. കുഞ്ഞിനെ ഒറ്റ കൈയിൽ പിടിച്ച് രക്ഷപ്പെടുത്തിയ സഹോദരൻ്റെ ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും സാധാരണ ഇതിൽ ഒരു കുഞ്ഞിനെ ഒറ്റ കൈയിലൊക്കെ പിടിക്കാൻ അത്ര എളുപ്പമല്ല. എന്നാൽ അസാധാരണമായ വൈഭവത്തിൽ അയാൾ അത് ചെയ്തു. ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. വളരെ ആശ്വാസം ആയി നമുക്കത് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ. ഇനി KSRTC ബസ്സിന് സൈഡ് നൽകാത്തതിനെ ചൊല്ലി തിരുവനന്തപുരത്തൊരു തർക്കം. നടു റോഡിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ബസ് ഡ്രൈവറും തമ്മിൽ മുടിഞ്ഞ പോര്. തർക്കത്തിൻ്റെ ദൃശ്യങ്ങൾ 24 കിട്ടി. സംഭവത്തിൽ മേയർ
ഡ്രൈവർക്കെതിരെ പരാതി കൊടുത്തു, പരാതി കേസായി. ഡ്രൈവർ കൊടുത്ത പരാതിയിൽ പക്ഷേ കേസായില്ല. KSRTC ബസ്സുകളുടെ നടുറോഡിലെ അഭ്യാസങ്ങളിൽ പരാതികൾ പലതാണ്. മത്സരയോട്ടവും അപകടങ്ങളുണ്ടാക്കലുമൊക്കെ പലപ്പോഴും പരാതിയായി വന്നിട്ടുമുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ വാദിയാര് പ്രതിയാര് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഇന്നലെ രാത്രിയിലേതാണ് ഈ ദൃശ്യം. തർക്കത്തിന് മുൻപന്തിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. തിരുവനന്തപുരം പ്ലാമൂട് വെച്ചാണ് ബസ്സിനു കുറുകെ മേയറും സംഘവും സഞ്ചരിച്ചിരുന്ന കാർ നിർത്തിയത്. ശേഷം ബസ് തടഞ്ഞ് തർക്കത്തിലായി. ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന മേയർ ബസ് തടയാനുള്ള കാരണമായി പറയുന്നത് ഡ്രൈവറുടെ മോശം പെരുമാറ്റമാണ്. ആദ്യം അപകടകരമായി വാഹനം ഓടിച്ചു. ചോദ്യം ചെയ്തപ്പോൾ അശീലാംഗ്യം കാണിച്ചു എന്നും മേയറുടെ ആരോപണം. ഇടത്തെ സൈഡിൽ, കാറിന്റെ ഇടത്തെ സൈഡിലേക്ക് ഒരു KSRTC ബസ് പെട്ടെന്ന് തട്ടാൻ വരുന്ന സമയത്ത് ഞാനും എന്റെ ബ്രദറിന്റെ വൈഫും രണ്ടുപേരും ഞങ്ങൾ ഗ്ലാസ്സിലൂടെ തിരിഞ്ഞു നോക്കും. ഞങ്ങൾ പുറകിലാണ് ഇരുന്നത്. ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ ഡ്രൈവർ ലൈംഗിക ചേഷ്ടയോടുകൂടി അദ്ദേഹം ഒരു ആംഗ്യഭാഷയിൽ ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ചേച്ചി ഞാനും ഈ വിഷയം കണ്ടുടനെ തന്നെ ഞാൻ MLA-യോടും എന്റെ ബ്രദറിനോടും ഞാൻ ഈ വിഷയം പറയുകയും അതിനുശേഷം അദ്ദേഹം വലത്തെ സൈഡിലൂടെ വണ്ടി എടുത്ത് ബസ് എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോയി. തൊട്ടടുത്ത സിഗ്നലുകളെല്ലാം ഓഫായിരുന്നു. അതിനുശേഷം റെഡ് സിഗ്നൽ കത്തിക്കിടന്നിരുന്നത് നമ്മുടെ പാളയത്തെ കോംപ്ലക്സിന്റെ മുന്നിലാണ്. പാളയത്തെ കോംപ്ലക്സിന്റെ മുന്നിൽ റെഡ് സിഗ്നൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി നിർത്തി അദ്ദേഹത്തോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം സംസാരിക്കുന്ന ഭാഷ വളരെ മോശമായിട്ടുള്ള ഭാഷയാണ്. അമിത വേഗത്തിലെത്തിയ ബസ് മേയറുടെ വാഹനത്തിലും മറ്റു വാഹനത്തിലും തട്ടുന്നതിന് സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയെന്നാണ് ആരോപണം. മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവായിരുന്നു കാർ ഓടിച്ചിരുന്നത്. ഇന്നലെ രാത്രി തന്നെ മേയർ പോലീസിൽ പരാതി നൽകി. ഡ്രൈവർ യദുവിനെ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യം നൽകി വിട്ടയച്ചു. എന്നാൽ പ്രശ്നമുണ്ടാക്കിയത് മേയറും സംഘവുമെന്നാണ് ഡ്രൈവറുടെ വാദം. മേയറും ഭർത്താവും മോശമായി പെരുമാറിയെന്നും അപ്പോൾ തിരികെ താനും സംസാരിച്ചുവെന്നും ഡ്രൈവർ യദു പറഞ്ഞു. മേയർക്കെതിരെ പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുത്തില്ലെന്നും ആരോപണം. ഇങ്ങനെയാണോ വണ്ടി ഓടിക്കണം? എൻ്റെ അച്ഛൻ്റെ വകയാണ് റോഡ്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അച്ഛൻ്റെ വകയല്ലല്ലോ റോഡ്. നിങ്ങളല്ലേ റോങ് ആയിട്ട് വണ്ടി ഇട്ടേക്കുന്നത്. ഒരു വണ്ടി പോകാൻ തടസ്സമായിട്ട് ഇത്രയും യാത്രക്കാരിരിക്കുകയല്ലേ, അവരെ കൊണ്ട് ഇറക്കാണ്ടല്ലേ, അത് സംസാരിക്കാനുണ്ടോ? നീ വണ്ടി ഇങ്ങനെയാണോ ഓടിക്കുന്നത്? എൻ്റെ അടുത്ത് അവർ കയർത്ത് സംസാരിച്ച് എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് വലിച്ചു. ആ വീഡിയോ ഒന്നും ഇല്ല. അതിനുശേഷം ആരോ വന്ന് വീഡിയോ എടുത്തതാണ്. കയ്യിലൊക്കെ പിടിച്ച് വലിച്ച് വെളിയിലോട്ട് ഇറങ്ങാനൊക്കെ നിർബന്ധിച്ച് ഡോറൊക്കെ വലിച്ച് അവരാണ് തുറന്നിട്ടത്. അതേസമയം വിഷയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സംഭവം അന്വേഷിച്ച് നാളെ തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് KSRTC വിജിലൻസ് ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയത്. റിപ്പോർട്ട് ലഭ്യമായ ശേഷം തുടർ നടപടിയെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. നഗരത്തിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിലൂടെ സത്യം പുറത്തു വരട്ടെ. ആർക്കെതിരെയായാലും നടപടിയെടുക്കട്ടെ. സലിം മാലിക്, 24, തിരുവനന്തപുരം. KSRTC ബസ്സുകളുടെ നടു റോഡിലെ അഭ്യാസങ്ങളെപ്പറ്റി ഒരുപാട് പരാതികൾ ഉയർന്നു കേൾക്കും. പക്ഷേ ഈ വിഷയത്തിൽ വാദിയാര് പ്രതിയാര് പൊതുജനത്തിന് പറയാനുള്ളത് കേൾക്കാം. KSRTC ജോലിക്കാരെന്ന് വെച്ചാൽ അവർ ഒരു പ്രത്യേക രീതിയാണ്. എല്ലാവരും ഒരു ഗുണ്ടാ സെറ്റ് പോലെയാണ് ഇവിടെ നടക്കുന്നത്. ഡ്രൈവർമാരായിരുന്നാലും ആരായിരുന്നാലും അത് കുറേയൊക്കെ അവർ തന്നെ മാറണം. ചേഞ്ച് ആയില്ലെങ്കിൽ അവർ തന്നെ കഷ്ടപ്പെടും. ഒരു സൈഡ് കൊടുത്തില്ല എന്നുള്ളത് സൈഡ് കൊടുക്കാമായിരുന്നു ഡ്രൈവർക്ക്. അതൊന്നുമില്ല. KSRTC കൊണ്ട് നമുക്കിപ്പോൾ ജീവിക്കാൻ പറ്റില്ല. KSRTC അവന്മാർ കാണിക്കുന്ന അവന്മാർ ഇഷ്ടങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഗവൺമെന്റ് വണ്ടിയാണ്ട് എന്തും കാണിക്കാൻ തോന്നിയ ദിവസം അവർക്കുണ്ട്. അങ്ങനെ ഒരു ധൈര്യം അവർക്കുണ്ട്. അതുകൊണ്ട് ഏതൊരു വണ്ടിയിൽ തട്ടിയാലും അവർക്ക് വിഷയമുള്ള കേസല്ല. മേയർ എന്നുള്ള പതി ദുരുപയോഗം ചെയ്ത് നോക്കണം. അതൊന്ന്. രണ്ടാമതെന്ന് പറഞ്ഞാൽ വണ്ടി ആകുമ്പോൾ ഇപ്പോഴത്തെ റോഡിന്റെ അവസ്ഥ കൊണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തട്ടലും മുള്ളിലും മൂരച്ചിലൊക്കെ വരും. എല്ലാത്തും സ്വാഭാവികമാണ്. എന്നോട് നേരത്തെ ഒരു കാര്യം ഒരു പ്രേക്ഷകൻ ചോദിച്ചു, ഈ മഞ്ഞുമൽ ബോയ്സ് എന്തോ അപകടത്തിൽപ്പെട്ട. മഞ്ഞുമൽ ബോയ്സ് അല്ല അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാതാക്കൾക്കിടയിൽ ചെറിയൊരു അഭിപ്രായ തർക്കം, നിയമപരമായിട്ടൊരു തർക്കം നടക്കുന്നുണ്ട്. 7 കോടി നിക്ഷേപിച്ച ഒരു നിർമ്മാതാവിന് പണം മടക്കി കിട്ടിയില്ല, ലാഭവിഹിതം കിട്ടിയില്ല എന്നുള്ള പേരിൽ ഒരു കേസ് നടക്കുന്നു. അതാണ് ഉണ്ടായത്. ഞാൻ വിചാരിച്ചു മറ്റെന്തോ മഞ്ഞുമൽ ബോയ്സ്, അതായത് ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സ്, കൊടൈക്കനാലിൽ പോയ അവരില്ലേ, ഫ്ലവേഴ്സ് 1 കോടിയിലേക്ക് വന്ന അവർക്കെന്തോ സംഭവിച്ചു എന്ന് കരുതിയിട്ടാണ് ഞാനപ്പോൾ മറുപടി പറയാതിരുന്നത്. ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള പുതിയ പരിഷ്കാരങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നത് അപേക്ഷകരെയും പരിശീലകരെയും വലയ്ക്കുന്നതായി പരാതി ഉയരുന്നു. പുതുക്കിയ മാനദണ്ഡപ്രകാരം ഒരു ദിവസം 30 പേർക്ക് മാത്രമാണ് ടെസ്റ്റിനുള്ള അവസരം. സ്ലോട്ടുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതാണ് അപേക്ഷകരെ വലയ്ക്കുന്നത് എന്നാണ് അറിയുന്നത്. പുതുക്കിയ നിയമപ്രകാരം ഒരു RTOയ്ക്ക് കീഴിൽ
ഒരു ദിവസം 30 പേർക്കാണ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിനുള്ള സ്ലോട്ട് നൽകുന്നത്. 20 പുതിയ അപേക്ഷകർക്കും നേരത്തെ ടെസ്റ്റ് പരാജയപ്പെട്ട 10 പേർക്കുമാണ് അവസരം. പരിഷ്കാരം നടപ്പിലാക്കുന്നതിന് മുന്നേ തന്നെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമായിരുന്നു. എറണാകുളം പോലെ 100-നടുത്ത് ഡ്രൈവിംഗ് സ്കൂളുകളുള്ള സ്ഥലങ്ങളിൽ ഈ കണക്ക് അപ്രായോഗികമെന്നാണ് പരിശീലകർ പറയുന്നത്. സാഹചര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പം മന്ത്രി ചാർജ് എടുത്തപ്പോൾ തന്നെ എന്ത് കാര്യത്തിനൊരു സമയബന്ധിതമായിട്ടാണ് ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒരു ദിവസം വന്നിട്ട് പിറ്റേ ദിവസം മുതൽ നമ്മളോട് ഇങ്ങനെ ഒറ്റക്കാലം നടക്കാൻ പറഞ്ഞ പോലെ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല. വളരെ വിവേകത്തോടു കൂടി ചെയ്യേണ്ട തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമായിരുന്നു ഈ ഡ്രൈവിങ്ങിന്റെ കാര്യം. എറണാകുളത്ത് കഴിഞ്ഞ ദിവസം അപേക്ഷിച്ച് 80ഓളം പേർക്ക് സ്ലോട്ട് ലഭിച്ചിരുന്നു. എന്നാൽ ഇത് പെട്ടെന്ന് റദ്ദാക്കി. കോവിഡ് സാഹചര്യം മൂലമാണ് അപേക്ഷകൾ റദ്ദാക്കിയതെന്ന് അപേക്ഷകരുടെ ഫോണിലേക്ക് സന്ദേശം ലഭിച്ചു. അപേക്ഷകർ നേരിട്ട് അന്വേഷിച്ചപ്പോൾ തെറ്റുപറ്റിയതാണെന്ന് മറുപടി. പക്ഷേ പിന്നീട് ടെസ്റ്റിനുള്ള സ്ലോട്ടുകൾ ലഭിച്ചുമില്ല. ടെസ്റ്റിന് വേണ്ടി റെഡിയായി നിൽക്കുമ്പോഴാണ് പെട്ടെന്നുള്ള ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ ഡേറ്റ് ക്യാൻസലായി എന്നുള്ളത്, അതും കോവിഡിൻ്റെ ഇത് കാരണം കൊണ്ട് ക്യാൻസലായെന്ന് ഇവർക്ക് മെസ്സേജ് വന്നു. സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കിയ പരിഷ്കാരമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള സ്ലോട്ടുകളുടെ എണ്ണം കുറച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. ടെസ്റ്റിനുള്ള തീയതി ലഭിക്കാതെ വരുന്നതോടെ അപേക്ഷകരും ഡ്രൈവിംഗ് സ്കൂളുകാരും ഒരുപോലെ പ്രതിസന്ധിയിലാണ്. ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങളെ സ്വാഗതം ചെയ്യുമ്പോഴും ഇത് നടപ്പിലാക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നാണ് പരിശീലകരും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിനായി കാത്തിരിക്കുന്നവരും ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ അനന്തു ബി നായർക്കൊപ്പം എബിൻ ജോസ്, 24 കൊച്ചി. പുതുക്കിയ നിയമം കാരണം അപേക്ഷ നൽകി കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ടെന്നും ഒരു ദിവസം 30 സ്ലോട്ടുകൾ മാത്രം അനുവദിക്കുന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്നുവെന്നും പരിശീലകരും അപേക്ഷകരും ഒരുപോലെ പരാതി പറയുന്നു. കാണാം നമുക്ക് ഇവരുടെ ചില പ്രതികരണങ്ങൾ. എൻ്റെ ഒരു 10-15 കുട്ടികൾ ഇപ്പോൾ അവർ പഠിത്തം നിർത്തിയിട്ട് പോയി. അവരുടെ കയ്യിലെ ഫീസ് നേരെ സർക്കാരിൽ കൊടുത്തേക്കാണ്. അതേപോലെ തന്നെ 2 പേര് ഇപ്പോൾ പോയിട്ട് അവർ 1.5 മാസം മുമ്പ് ബാംഗ്ലൂർ പോയിട്ട് എനിക്ക് ലൈസൻസിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നേക്കാണ്. ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞോട്ട്. മെയ് 7-ാം തീയതി കിട്ടിയത്. പിന്നെ അത് ക്യാൻസൽ ചെയ്യാനായിട്ടൊരു മെസ്സേജ് വന്നു. അതിൽ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ക്യാൻസലായി മെസ്സേജ് വന്നു, ഞങ്ങളെ സ്ലോട്ടിൻ്റെ ഇത് ക്യാൻസലായി പറഞ്ഞു. അപ്പോൾ മാഡം പറഞ്ഞു ഒന്ന് നോക്കി നോക്കുക, ഒന്ന് കിട്ടുന്നുണ്ടോ ഒക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാം ബ്ലോക്ക് ആയിട്ടാണ് സൈറ്റ് കിട്ടുന്നത്. ബുദ്ധിമുട്ടാണ്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇത് കിട്ടണില്ല. അപ്പോഴത്തേനും ഇത് കഴിഞ്ഞിട്ടുണ്ടാവും, സ്ലോട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കണമായിരുന്നു. അപ്പോൾ ജൂൺ ആകുമ്പോഴത്തേനും പോകേണ്ടതാണ്. അപ്പോൾ ഈ മെയ് 7-ാം തീയതി ടെസ്റ്റ് എല്ലാം എഴുതിയിട്ടാണ് അതായത് അപ്പോൾ സ്ലോട്ട് ക്യാൻസൽ ആയത്. അപ്പോൾ എം വൈശാഖിൻ്റെ ഒരു അഭിപ്രായം, എസ് കെ ഒരു സ്ഥിരം പ്രേക്ഷകൻ്റെ അഭിപ്രായമാണ്. ഹാഷ്മിയും വേണുവിനെയും പോലെ ഒരു വനിതയും കൂടി എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായി വളർത്തിക്കൊണ്ടുവരണം. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായി സംവദിക്കാൻ കഴിയുന്ന ഒരുപാട് അവതാരകർ നമുക്കുണ്ട്. അനുജ രാജേഷിനെ പോലെ സംവാദങ്ങൾ ചെയ്ത് പരിചയമുള്ളവർ നമ്മുടെ ചാനലിലുണ്ട്. അവർക്ക് അവസരം വരുമ്പോൾ അവരും ഇത് ചെയ്യും. അതുപോലെ ഇന്ന് പാലക്കാട്ട് റെക്കോർഡ് ചൂട് എന്ന വാർത്ത വന്നു. തുടർച്ചയായ 3-ാം ദിവസവും താപതരംഗം അനുഭവപ്പെട്ടു എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഔദ്യോഗികമായി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ചൂട് ഇന്ന് പാലക്കാട്ടാണ് രേഖപ്പെടുത്തിയത്. 41.6 ഡിഗ്രി സെൽഷ്യസ്. സാധാരണയേക്കാൾ 5.3 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് ഇത്. പാലക്കാട് മുണ്ടൂരിൽ IRTC 42.6 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു. എന്തായാലും പാലക്കാട് കത്തിക്കാളുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കടുത്ത ചൂടാണ്. ഈ ചൂട് സമയത്ത് എല്ലാവിധമായ മുൻകരുതലുകളും നമ്മുടെ ആളുകൾ സ്വീകരിക്കണം. കോട്ടയം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിലെ പോളശല്യം ജനജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നു. ജലഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു കഴിഞ്ഞു. വേനൽ കടുത്തതോടെ പോള ചെയ്യുന്നത് ശുദ്ധജല ലഭ്യതയ്ക്കും തടസ്സമായി കഴിഞ്ഞു. എല്ലാ വർഷവും ഉണ്ടാകുന്നത് കൊണ്ടാണോ എന്നറിയില്ല, പോളശല്യം അതിരൂക്ഷമായിട്ടും ഇതുവരെ പരിഹരിക്കാൻ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകിയെത്തുന്ന കോട്ടയം ജില്ലയിലെ തോടുകളിലും പുഴകളിലുമാണ് പോള നിറഞ്ഞിരിക്കുന്നത്. കൊടൂരാറിൽ പൂർണ്ണമായും പോള നിറഞ്ഞിരിക്കുകയാണ്. ഇതോടെ ജലഗതാഗതം തടസ്സപ്പെട്ടു. യാത്രാ ബോട്ടുകളുടെ സർവീസും നിലച്ചു. പടിഞ്ഞാറൻ മേഖലയിലെ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നവർ ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. എന്റെ 50 വയസ്സ് തുടങ്ങിയാണ് കാണാൻ തുടങ്ങി ഈ പോള. ഈ 10,000 കൃഷിക്കാരുണ്ട്, എല്ലാ ആൾക്കാരുണ്ട്. ഈ സംവിധാനം കൃഷിക്കാരിൽ നിന്ന് നോക്കുന്നില്ല, മാറി വരുന്ന ഗവൺമെന്റ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. എങ്കിലും ഒരു കൃഷിക്കാരനും
അത് നോക്കുന്നില്ല, പിടിക്കുന്നില്ല. ഇത് എല്ലാ കൊല്ലം കാലാകാലമായിട്ടുള്ളതും ഷട്ടർ സംവിധാനം തുറക്കുന്ന സമയത്ത് പോകുന്നതാണ്. പക്ഷെ ഇപ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എക്കൽ അടിയുന്നതിനെക്കാട്ടി പ്രധാനപ്പെട്ടതായിട്ട് ഇറിഗേഷൻ്റെ തെറ്റായ നയങ്ങൾക്കൂടെ കുറച്ച് കട്ട പൊങ്ങിയിരിപ്പുണ്ട്. ആ പ്രദേശങ്ങളിൽ പൊങ്ങിയിരിക്കുന്ന പ്രദേശങ്ങളുണ്ട്. കൂടാതെ 18-ന് ശേഷമുള്ള പ്രളയങ്ങളിൽ മുഴുവൻ വന്ന എക്കൽ അടിഞ്ഞുകൊണ്ട് ഈ ബോട്ട് ഓടുന്ന ചാലൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളും ഉയർന്നായിരിക്കുന്നത്. അവിടെ പോള കയറി ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങിപ്പോകാനുള്ള സംവിധാനം. വേനൽ രൂക്ഷമായതോടെ പോള ചെയ്യുന്നതും പതിവായിരിക്കുകയാണ്. ഇത് ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്നുണ്ട്. തോടുകളിലെയും ആറുകളിലെയും ജലം ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാ വർഷവും ലക്ഷങ്ങൾ മുടക്കി പോള നീക്കം ചെയ്യാറുണ്ട്. പക്ഷേ ശാശ്വത പരിഹാരമില്ലാത്തത് പ്രശ്നങ്ങൾ ഇരട്ടിയാക്കുന്നു. ഇത്തവണ പോള നീക്കം ചെയ്യാനുള്ള ഒരു ജോലിയും നടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം യാത്രാ ബോട്ട് പോളയിൽ കുടുങ്ങിയത് 10 മണിക്കൂറാണ്. അപ്പർ കുട്ടനാട്ടിലെ കൃഷിയെയും ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കൊയ്തിട്ട നെല്ല് കരക്കെത്തിക്കാനാകാത്ത അവസ്ഥയിലാണ് കർഷകർ. പോളശല്യം വേമ്പനാട്ടുകായലിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്നുവെന്നാണ് വിദഗ്ധരും പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായൊരു ഇടപെടലാണ് ഇവിടെ ആവശ്യം. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. കുടിവെള്ളവും ഗതാഗത മാർഗവും തടസ്സമായിട്ടും നടപടിയെടുക്കേണ്ട ആളുകൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക്. ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ കുടിവെള്ളമാണ്. കുടിവെള്ളം പോയിട്ട് ഞങ്ങൾക്ക് മുഖം കഴുകാനോ കൈ കഴുകാനോ ഒന്നും പറ്റില്ല. കുഞ്ഞുങ്ങൾ മുതൽ 85 വയസ്സിന് മുകളിൽ വീട്ടിൽ വന്ന് ഓട്ടവകാശം രേഖപ്പെടുത്തിയ വ്യക്തികൾ വരെയുള്ള സ്ഥലമാണിത്. അവർക്ക് എന്തെങ്കിലും ഒരു മേലാഴിക ഉണ്ടായെങ്കിൽ തന്നെ ഈ പോളയ്ക്കകത്തൂടെ വേണം ഞങ്ങൾ ഇവരെ രക്ഷപ്പെടുത്തുവാൻ. ഇവിടുത്തെ പ്രശ്നം വെള്ളം ചീഞ്ഞ് നാറിയിട്ട് മനുഷ്യനൊന്ന് കൈ കൊണ്ട് എടുക്കാനോ ഉപയോഗിക്കാനോ ഒന്നും ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ കൊള്ളുകയില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇത് കാലാകാലങ്ങളായിട്ട് ഇത് വർഷങ്ങളായിട്ടുള്ളതാണ്. അതിൻ്റെ വേണ്ടതായ നടപടികളൊന്നും ഇതുവരെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മിച്ചോമിക്കകത്ത് നെല്ല് കൊടുക്കാൻ പോകാൻ പറ്റിയില്ല. ആ വള്ളം നെല്ല് കൊടുക്കാൻ പോകാൻ പറ്റാതെ എൻ്റെ വള്ളം കുടിക്കിടക്കായിരുന്നു. ഞാൻ ഒരുപാട് ദുരിതം അങ്ങ് കാലിപ്പോയത്. ഇപ്പോഴും അക്കരെ പാടശേഖരത്ത് നെല്ല് കൊയ്തിട്ടിരിക്കുന്ന നെല്ല് എടുക്കാൻ നിവൃത്തിയില്ലാതെ ഇപ്പോഴും നെല്ല് കിടക്കുവാണ്. എന്നെ ചെയ്യാൻ പറ്റും? ഇതുപോലെ പോയാൽ എന്നെ ചെയ്യാൻ. രാജുവിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത് കാസർഗോട്ടുകാരോട് 24 താല്പര്യമില്ലെന്ന് തോന്നുന്നു. മെസ്സേജൊന്നും ഇഷ്ടമല്ല. ഞങ്ങൾ മാറി മാറി മെസ്സേജ് അയച്ചു നോക്കി, SKN കണ്ടതായി തോന്നിയിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി മെസ്സേജ് അയക്കാതെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കഴമ്പുള്ള കാര്യങ്ങൾ അയച്ചാൽ കാസർഗോഡിനോട് നമുക്ക് എന്താ താല്പര്യം കുറയാൻ കാരണം? നമുക്ക് താല്പര്യമുണ്ട്. കാസർഗോഡുകാർ നമ്മുടെ ചങ്കാണ് എന്ന് ഞാൻ പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. നിങ്ങൾ കാര്യം, നിങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ എന്നെ അറിയിക്കുക. അതുപോലെ ഈ ജോബ് മത്തായി പറയുന്നു, ഈ ഗൾഫിലൊക്കെ ചെയ്യുന്ന പോലെ ഈ കൃത്രിമ മഴ പെയ്ച്ചുകൂടെ? പാലക്കാടൊക്കെ ഇത്രയും കടുത്ത ചൂടല്ലേ? നിങ്ങൾക്കറിയുന്ന പോലെ തുടർച്ചയായ 3-ാം ദിവസവും പാലക്കാട് ഉഷ്ണതരംഗം അനുഭവപ്പെട്ടു. സാധാരണയേക്കാൾ 5.3 ഡിഗ്രി സെൽഷ്യസ് അധിക താപനിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. അലക്സ്റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. പറയൂ അലക്സ്റാം. SKN പാലക്കാട് അസഹനീയമെന്ന് പറഞ്ഞാൽ അസഹനീയമായ ചൂടാണ് പാലക്കാട് രേഖപ്പെടുത്തുന്നത്. ആളുകൾക്ക് സഹിക്കാനാകുന്നതിൻ്റെ അങ്ങേയറ്റമാണ് പാലക്കാട് ഓരോ ദിവസവും രേഖപ്പെടുത്തുന്ന ചൂട്. കഴിഞ്ഞ 3 ദിവസമായി പാലക്കാട് ഉഷ്ണതരംഗം സ്ഥിരീകരിക്കുന്നു. അത് ഇന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം എന്നുള്ളതാണ്. പാലക്കാട് ഇന്ന് രേഖപ്പെടുത്തിയ ചൂടിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 41.6 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് പാലക്കാട് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 5.3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ ചൂടാണിത്. ആ റെക്കോർഡ്, അത് ഔദ്യോഗികമായി റെക്കോർഡ് ചെയ്യപ്പെടുന്ന ചൂട് അതാണെങ്കിലും അനുഭവേദ്യമാകുന്ന ചൂട് അതിൽ നിന്ന് പിന്നെയും കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ പാലക്കാട് അനുഭവിക്കുന്ന ചൂട് എന്താണെന്നുള്ളത്. ഒപ്പം ഈ പാലക്കാട് മുണ്ടൂർ IRTCയിൽ രേഖപ്പെടുത്തിയ ചൂട് 42.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിവിധ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തുന്ന ചൂട് അത് 42-ന് മുകളിലേക്ക് എത്തുന്നു. അത്തരത്തിൽ തന്നെ അത്യുഷ്ണം തുടരുന്നു എന്നുള്ളതാണ്. തൃശ്ശൂർ വെള്ളാനിക്കരയിൽ 39.4 ഡിഗ്രി സെൽഷ്യസ് ചൂടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സാധാരണയേക്കാൾ 4.9 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് തൃശ്ശൂർ വെള്ളാനിക്കരയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പുനലൂരും സമാനമായി തന്നെ ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 38 ഡിഗ്രി സെൽഷ്യസ് ആണ് പുനലൂരിൽ രേഖപ്പെടുത്തിയ ചൂട്. അത്തരത്തിൽ പാലക്കാടിന് പുറമെ തൃശ്ശൂരും കൊല്ലത്തും കൂടി ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ SKN അടുത്ത ദിവസങ്ങളിലും ഈ ചൂട് ഇങ്ങനെ തുടരും. ജനങ്ങൾ ജാഗ്രത പാലിക്കണം.
ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. വികസനം നാടിൻ്റെ ആവശ്യമാണ്, റോഡൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ അത് നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത്. മലപ്പുറം കുറ്റിപ്പുറത്ത് 6 വരിപ്പാത നിർമ്മാണത്തിനായി ഒരു കുന്നിടിച്ചു. അതിനെ തുടർന്ന് 5 വീടുകളിൽ വിള്ളൽ അനുഭവപ്പെട്ടു. വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി, പക്ഷേ അധികൃതരൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു നടപടിയും എടുക്കുന്നില്ല. റോഡിങ്ങനെ നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ അതിലെ വാഹനങ്ങൾ വലിയ വേഗത്തിൽ പാഞ്ഞു പോകും. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ ഈ നാഷണൽ ഹൈവേയുടെ കരയ്ക്കിരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ദേശീയപാത അതോറിറ്റി ഇതിൽ ഇടപെടണം എന്ന് നമ്മൾ പറയുന്നത്. വാസയോഗ്യമല്ലാതായി 3 വീടുകൾക്കും കേടുപാടുണ്ട്. റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് 8 മീറ്ററോളം വലിപ്പമുള്ള ബിറ്റ് കുന്നിന്റെ ഉൾഭാഗത്തേക്ക് അടിച്ചു കയറ്റിയതാണ് വിള്ളൽ രൂപപ്പെടാൻ കാരണം. ആദ്യം ഒരു 8 മീറ്റർ ബിറ്റ് തുളച്ചുള്ളിലേക്ക്, ആ ബിറ്റ് തുളച്ചതിൽ ഫസ്റ്റ് ഇവിടെ നഷ്ടപ്പെട്ട കുടിവെള്ളമാണ്. കുഴൽക്കിണർ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അതിന് ശേഷം മെല്ലെ മെല്ലെ സാവധാനം വട്ടക്കിണർ പൊളിയാൻ തുടങ്ങി. ഇപ്പോൾ ഭൂമി വിണ്ട് കയറി തുടങ്ങുകയാണ്. ഓരോ മണിക്കൂറിലും വിള്ളലിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരികയാണ്. സ്ഥലത്ത് പരിശോധന നടത്തിയ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ 5 വീടുകളിലുള്ളവരെയും മാറ്റിപ്പാർപ്പിച്ചു. ചെന്നൈ IITയിലെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയും നൽകി. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പോൾ ഇതിന് മുന്നേ ഒരുപാട് ആളുകളൊക്കെ വന്ന് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നടപടി ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷേ ഇതുവരെ ആയിട്ട് 10-25 ദിവസത്തോളമായി. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് ശരിയായ രീതിയിലൊരു നടപടി എവിടുന്നും കിട്ടിയിട്ടില്ല. ഇടിഞ്ഞ ഭാഗത്ത് മണ്ണിട്ടടച്ച താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ട്. വിള്ളൽ സംഭവിച്ച ഈ കുന്നിനു മുകളിൽ താമസിക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് ആശങ്ക തന്നെയാണ്. ഇവരുടെ ആവശ്യം ഈ ഭൂമി കൂടി ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ പ്രതീക്ഷ. സമീർ ബിൻ കരീം, 24, തിരൂർ. പല ഉദ്യോഗസ്ഥന്മാരും വന്ന് പരിശോധിച്ചു എന്നല്ലാതെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവരുടെ പരാതികളിലേക്ക് അവർ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ വീടുകളിൽ ആർക്കും താമസയോഗ്യമല്ല എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അവരോട് വേറെ ക്വാർട്ടേഴ്സുകളിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി താമസിക്കാൻ പറ്റില്ല, കാരണം ഈ റോഡ് വക്കായതുകൊണ്ടും ഇനി ഇവിടെ പണി നടക്കണമുണ്ടും അത് ഇനി വിളിച്ച കൂടി വരിക. പാറ പൊട്ടിക്കാണ്ട് ഇവിടെ കരിമ്പാറ പൊട്ടിക്കുമ്പോൾ ഇതിന് കുലുക്കം വരും, വീട്ടിലിച്ച കൂടുതൽ വരും. എല്ലാ മേഖലയിലുള്ള ആളുകളൊക്കെ വന്ന് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധനയൊക്കെ നടത്തി റിപ്പോർട്ടൊക്കെ എടുത്ത് പോയി. പക്ഷേ തുടർന്നൊരു നടപടി സ്പീഡായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴും വിള്ളൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും പരിഹാരം കാണണം. എന്നാൽ അവരെന്തോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, അതൊന്നും ആയിട്ടില്ല. അപ്പം MLA വിളിച്ച് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പേടിയാണ്, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ മൊത്തമായിട്ട് ഇടിയും. ഞങ്ങളൊക്കെ ഇപ്പോൾ വീടുകളൊക്കെ ഇവിടെ അടുത്തടുത്തുള്ളതാണ്. പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടി അതിൻ്റെ അവസാന ഘട്ടത്തിൽ കിടക്കുകയാണ്. ഇപ്പോൾ രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ചില പ്രേക്ഷകരൊക്കെ നമ്മോട് ചോദിച്ചു, ഈ റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ കാര്യം എന്തായി, 34 കോടി രൂപ പിരിച്ചിട്ട് വിവരമൊന്നും അറിയുന്നില്ലല്ലോ എന്ന്. രാഹുൽ സുരേഷ്, നമുക്ക് എന്തെങ്കിലും വിവരം അതിനെക്കുറിച്ച് ലഭിച്ചിട്ടുണ്ടോ? SKN അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 3 മാസം ഈ കഴിയും ഈ അബ്ദുൾ റഹീം മോചിതരാവാൻ എന്ന് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 1 മാസം പിന്നിടുകയാണ്. ഇപ്പോഴും നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഈ വാർത്ത ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ മോചനദ്രവ്യമായി കണ്ടെത്തിയിട്ടുള്ള 34 കോടി രൂപ മരണപ്പെട്ട സൗദിയിലെ ആ കുടുംബത്തിന് കൈമാറും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് ആദ്യം ആ കുടുംബം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം സൗദിയിലെ കോടതിയുമായി ബന്ധപ്പെട്ട ശേഷമായിരിക്കും ഈ പണം കൈമാറുക. ഏതാണ്ട് 3 ദിവസത്തിനുള്ളിൽ ഈ പണം കൈമാറുമെന്ന വിവരമാണ് കുടുംബം നമ്മളോട് പങ്കുവെക്കുന്നത്. അതിനുശേഷമായിരിക്കും കോടതിയുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ നടക്കുക. പരമാവധി 2 മാസത്തിനുള്ളിൽ തന്നെ അബ്ദുൾ റഹീമിന്റെ മോചനം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഈ അഭിഭാഷകന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ സൗദിയിലെ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. പരമാവധി ഒരു 2 മാസം കൂടിയാണ് ഇനി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കാത്തിരിക്കേണ്ടി വരൂ എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഫറൂഖിലെ
അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന നിയമപരമായ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം വിചാരണ കോടതിയിൽ അപേക്ഷ കൊടുക്കണം. ആദ്യം ഈ കുടുംബം ഈ ദയാ നിധി വാങ്ങിയിട്ട് ഈ ബ്ലഡ് മണി വാങ്ങിച്ചിട്ട് ഇത്തരം ഒരു മോചനത്തിന് തയ്യാറാക്കണം. അത് കഴിഞ്ഞിട്ട് വിചാരണ കോടതിയിൽ വരും. അത് കഴിഞ്ഞ് അവിടുത്തെ സുപ്രീം കോടതിയിൽ വരും. കോടതി തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ഈ മോചനം യാഥാർത്ഥ്യമാകൂ. എന്തായാലും 34 കോടി രൂപ അക്കൗണ്ടിലുണ്ട്. നമ്മൾ ജലീൽ കണ്ണമംഗലവുമായി ബന്ധപ്പെട്ടിരുന്നു. ജിദ്ദയിലുള്ള ജലീൽ കണ്ണമംഗലം പറഞ്ഞിരിക്കുന്നത് നാളെ മോർണിംഗ് ഷോയിൽ നമുക്കിതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് എത്തിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. റിയാദിലുള്ള ഈ റഹീമിൻ്റെ മോചനത്തിനായി ശ്രമിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചില്ല. രാത്രിയിൽ കൂടുതൽ ബന്ധപ്പെടാൻ കഴിയുമെന്നാണ് ജലീൽ കണ്ണമംഗലം ഞങ്ങളുടെ പ്രതിനിധി അറിയിക്കുന്നത്. നാളെ മോർണിംഗ് ഷോയിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു കാലത്ത് തിരുവനന്തപുരത്ത് നിന്നുള്ള ജലഗതാഗതത്തിന് നാടൊന്നാകെ ആശ്രയിച്ചിരുന്ന ഒന്നാണ് പാർവതി പുത്തനാർ. അതിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ വളരെ കഷ്ടമാണ്. നമ്മൾ പലപ്പോഴും ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. പാർവതി പുത്തനാറിൻ്റെ പുനരുജ്ജീവനത്തിനായി എണ്ണമറ്റ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും അതൊന്നും പൂർണ്ണ ഫലപ്രാപ്തിയിൽ വരുന്നില്ല. തിരുവനന്തപുരത്ത് ഇടയാറിൽ ഇതേ നദിക്ക് കുറുകെ നിർമ്മിച്ച ഇരുമ്പ് പാലമാണ് ഇപ്പോൾ നാടിൻ്റെ ഒരു പേടിയായി മാറുന്നത്. പാലത്തിൻ്റെ തൂണുകൾ തുരുമ്പിച്ചതോടെ 350-ൽ പരം കുടുംബങ്ങളാണ് ഭീതിയോടെ കഴിയുന്നത്. ഒരു പാലം ശോചനീയ അവസ്ഥയിലായതോടെ വലിയ പ്രതിസന്ധിയിലാണ് ഒരു ജനത. ജീവൻ പണയം വെച്ചാണ് ഏതു നിമിഷവും തകർന്നു വീഴുമെന്ന നിലയിൽ നിൽക്കുന്ന ഈ ഇരുമ്പ് പാലത്തിലൂടെയുള്ള യാത്ര. ിൽ 1.5 കോടിയിലധികം രൂപ ചിലവിട്ടാണ് പാർവതി പുത്തനാറിന് കുറുകെ ഇരുമ്പ് പാലം നിർമ്മിച്ചത്. എന്നാൽ വർഷാവർഷം നടത്താറുള്ള അറ്റകുറ്റപ്പണികൾ നടക്കാതായതോടെ പാലത്തിന്റെ ഇരുമ്പ് തൂണുകളും നടപ്പാതയ്ക്കായി പാകിയിട്ടുള്ള ഷീറ്റുകളും തുരുമ്പിച്ച അവസ്ഥയിലാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇരുമ്പുപാളി ഉയർന്ന് വാഹനങ്ങൾ മറിയുന്നത് നിത്യസംഭവമായി മാറി. ഏത് നിമിഷവും പാലം വീഴുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. 2006 ഞങ്ങൾ അന്നത്തെ നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു പാലം നടന്നത്. പക്ഷേ അതിനുശേഷം മെയിൻ്റനൻസ് ഏകദേശം 1-2 പ്രാവശ്യം മെയിൻ്റനൻസ് നടന്നത്. പക്ഷേ ഇപ്പോൾ ഡെയിലി ഇവിടെ ആൾക്കാർ വീണുകൊണ്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ഈ പാലത്തിൽ തൂണുകൾ തുരുപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഷീറ്റെല്ലാം ദ്രവിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് ഇതെല്ലാം തേഞ്ഞ് കിടക്കുകയാണ്. ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് വന്നു കഴിഞ്ഞാൽ പോക്കാണ്. വണ്ടി പോകുമ്പോൾ വണ്ടി ഷീറ്റ് ഇളകുന്നുണ്ട്. മുകളിലോട്ട് പോകുന്നുണ്ട് ഷീറ്റ്. ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഡെയിലി പരിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് കാണിച്ച കൗൺസിലർക്കും നഗരസഭയ്ക്കും മറ്റ് ജനപ്രതിനിധികൾക്കും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. പലർക്കും പരാതിയുടെ കൂമ്പാരമാണ്. പക്ഷെ അവരിപ്പം ഏതോ പുതിയ പാലം പണിയാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് യാതൊരു അറിവുമില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും തങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകുമെന്നായിരുന്നു ഈ ജനതയുടെ പ്രതീക്ഷ. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. ഒരു അപകടമുണ്ടായിട്ടേ ഇടപെടുന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും നിലപാട് ഒട്ടും ശരിയല്ല. എ.വി. ജയശങ്കർ, 24, തിരുവനന്തപുരം. ആയാലും അധികൃതരുടെ ശ്രദ്ധ അടിയന്തരമായി പതിയട്ടെ എന്ന് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.